അങ്ങനെ ഇതാ ജാസ്മിൻ റാണി ആയിരിക്കുകയാണ്. കിരീടവും ചെങ്കോലൊക്കെ പിടിച്ച് കാലുമേ കാലൊക്കെ കയറ്റി ആ രാജ കസേരയിൽ ഇരിക്കുന്ന ഇരിപ്പൊന്ന് കാണണം. അപ്പോൾ 5 റൂൾസാണ് ജാസ്മിൻ എല്ലാവരോടും കൂടി പറയുന്നത്. അറിയില്ലാത്തവർക്ക് പറയാം, ജിൻഡോ ഇതിനു മുൻപ് രാജാവായിരുന്നപ്പോൾ കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്നവർക്ക് തൻ്റെ രാജഭരണം കൊടുക്കുമെന്ന് ജിൻഡോ പറഞ്ഞിരുന്നു. ആ രീതിക്കാണ് ജാസ്മിൻ ആ ഒരു റാണി എന്നുള്ള പട്ടം കിട്ടിയത്. ജാസ്മിനാണ് ഗെയിമുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിച്ചത്. ജാസ്മിൻ റാണിയായി കഴിഞ്ഞ് എല്ലാവരെയും നിരത്തി നിർത്തി അങ്ങ് പൊരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കൽപ്പന ഇതായിരുന്നു, ഞാൻ ഇവിടെ ഇനി എന്തു പറയുന്നു അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതിനെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ നേരെ അവർക്ക് ജയിലിലോട്ട് പോകാം. രണ്ടാമത്തെ റൂൾ ഇതാണ്, എന്നെ പരിചരിക്കാനും എനിക്ക് ഭക്ഷണം വിളമ്പി തരാനും എന്നെ സന്തോഷിപ്പിക്കാനും ഉല്ലസിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ എനിക്ക് 2 പേരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ജാസ്മിൻ തിരഞ്ഞെടുത്തത് ശ്രീധുനെയും അഭിഷേകിനെയാണ്. അഭിഷേക് എന്ന് കേട്ടപ്പോൾ തന്നെ അഭിഷേകിൻ്റെ മുഖം ഒന്ന് മാറിയായിരുന്നു കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കിച്ചണിൽ കുറച്ച് ജോലികൾ ബാക്കിയുണ്ട്. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി നോറയ്ക്കും ഋഷിക്കും അർജുനുമായിട്ടാണ് കൊടുത്തത്. അവർ 3 പേരും കൂടി ചെയ്തോളണമെന്നാണ് കൽപ്പന. നാലാമത് സിജോയും ജിൻഡോയും കൂടി വീട് മൊത്തം വൃത്തിയാക്കണം. ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പം മൊത്തം അവർ 2 കൂടി വൃത്തിയാക്കണം അത്രേ. ഏറ്റവും അവസാനം ജാസ്മിൻ എന്ത് പറഞ്ഞാലും അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. എന്തെങ്കിലും ജാസ്മിൻ പറയുമ്പോഴത്തേക്കും അതിനെതിരായിട്ട് ആക്ഷനോ ചേഷ്ടകളോ ഗോഷ്ടിയോ എന്തെങ്കിലും കാണിച്ചാൽ അവർ ഡയറക്റ്റ് ജയിലിലായിരിക്കും. ജാസ്മിനെതിരെ ശബ്ദിക്കാൻ പാടില്ല, ഉച്ച ഉയർത്താൻ പാടില്ല. കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആവാം, പക്ഷേ റാണിക്കെതിരായിട്ട് ഒന്നും ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് 5ാമത്തത്. എന്താണെങ്കിലും പ്രജകളെല്ലാവരും ഈ ഒരു റാണിയുടെ ഭരണത്തിൽ അസംതൃപ്തരാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്.